ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. യേശുക്രിസ്തുവിൻ്റെ ദർശനം ലഭിച്ചു എന്ന് സാക്ഷിക്കുന്ന സാധു സുന്ദർ സിംഗ് അതിശക്തനായ ഒരു മിഷണറിയായിരുന്നു. അദ്ദേഹം ഒരു പ്രദേശത്ത് കൂടി നടക്കുമ്പോൾ ഒരു വനമധ്യത്തിൽ ചെന്നുപെട്ടു. കാട്ടുതീ പടർന്നു പിടിച്ച ഒരു സ്ഥലത്ത് ഒരു വലിയ പക്ഷി വെന്ത് കിടക്കുന്നത് സുന്ദർ സിംഗ് കണ്ടു. ഇത്രയും ശക്തനായ വലിയ ചിറകുള്ള പക്ഷി എന്തുകൊണ്ട് പറന്ന് രക്ഷപ്പെട്ടില്ല എന്ന് അദ്ദേഹം സംശയിച്ചു. കയ്യിലിരുന്ന് വടികൊണ്ട് ആ കിളിയുടെ ശരീരം മറിച്ചിട്ടപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ജീവനുള്ള 2 കിളിക്കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി വാ പൊളിച്ച് കരയുന്നു. പെട്ടെന്ന് സുന്ദർ സിംഗ് അവിടെ നടന്ന സംഭവം വ്യക്തമായി. നിലത്ത് കുഴിയിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ഇനത്തിൽപ്പെട്ട ഒരു വലിയ പക്ഷിയായിരുന്നു അത്. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നപ്പോൾ തള്ളപ്പക്ഷി ഭക്ഷണം അന്വേഷിച്ചു പോയി. ചുണ്ടിൽ ഭക്ഷണവുമായി തിരികെ വന്നപ്പോൾ കാണുന്നത് ആളിക്കത്തുന്ന കാട്ടുതീയാണ്. ശക്തിയായ കാറ്റിൽ ആ തീ കൂടിനടുത്തേക്ക് വരുന്നു. കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുവാൻ ഒരു മാർഗവുമില്ല. പെട്ടെന്ന് ആ പക്ഷി താഴേക്ക് വന്ന് കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറക് വിരിച്ച് ചേർന്നിരുന്നു. കാട്ടുതീ പടർന്നു വന്നു. തീയിൽ കത്തിയെരിഞ്ഞ പക്ഷി അതിൻ്റെ മുകളിൽ തന്നെ ഇരുന്നു. അതിനടിയിൽ ഇരുന്ന കുഞ്ഞുങ്ങൾ സുരക്ഷിതരായി. ഈ കാഴ്ച കണ്ട് സാധു സുന്ദർ സിംഗ് അവിടെ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ക്രിസ്തുവേശുവിൽ കൂടി ലോകത്തിനുണ്ടായ രക്ഷയുടെ ദർശനം തൻ്റെ കൺമുമ്പിൽ താൻ കണ്ടു. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ മനുഷ്യവർഗം പാപത്തിൻ്റെ കൊടും തീയിൽ വെന്തെരിയുന്ന കാഴ്ചയാണ് കണ്ടത്. കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പറന്നു വന്ന ആ തള്ളപ്പക്ഷിയെപ്പോലെ കർത്താവ് ആകാശം ചായച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യനെ രക്ഷിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ആ പക്ഷിയെപ്പോലെ തന്നെ അവൻ ആകാശവിധാനത്തിൽ കൈകൾ വിരിച്ച് യാഗമായി തീർന്നു. തള്ളപ്പക്ഷി കരിഞ്ഞു പോയത് അറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കിളികളെപ്പോലെ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് മനസ്സിലാക്കാതെ നാം ഇന്നും ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ച് കാൽവരി ക്രൂശിൽ മരിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്നതായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നോമ്പ് അർത്ഥവത്തായി ആഘോഷിപ്പാൻ തക്കവണ്ണം ഭക്ഷണം വെടിയുന്നതിനേക്കാൾ അപ്പുറമായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനും പാപബോധത്തോടും പശ്ചാത്താപത്തോടും കൂടെ വിനയത്തോടും കൂടെ ദൈവസന്നിധിയിൽ ഏകാഗ്രമായ ഹൃദയത്തോടും കൂടെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ വചന കേൾവിയിലൂടെ നമ്മേവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, കേൾപ്പിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചുവെന്നും കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്നു. എൻ്റെ പാപങ്ങൾ പരിഹരിക്കുവാനായി അങ്ങ് അനുഭവിച്ചതായിട്ടുള്ള പങ്കപ്പാടുകൾ കർത്താവെ എൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഓർക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവിനോട് നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം എല്ലായ്പ്പോഴും അവിടുന്ന് ഇടയാക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.